പ്രശാന്തേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമസ്തയുടെ ഒരു പ്രധാന മതപണ്ഡിതൻ മുക്കം ഉമർ ഫൈസി അദ്ദേഹം ഒരു വേദിയിൽ നിന്നുകൊണ്ട് വളരെ മോശമായ രീതിയിലാണ് ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്നത്. ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. വലിയ രീതിയിൽ വൈറലാണത്. വലിയ വിമർശനങ്ങളാണ് അതിനെതിരെ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അതിൽ പറയുന്നത്? ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു, പാർവതിന്റെ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് തീർച്ചയായിട്ടും ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. അതായത് ശിവന്റെ ലിംഗവും പാർവതിയുടെ യോനിയും ആണ്. അതായത് പള്ളികളുടെ താഴെ, പള്ളികളുടെ അടിയിൽ ചിലർ ശിവന്റെ ലിംഗവും പാർവതിയുടെ യോനിയും തപ്പി നടക്കുകയാണ് എന്നാണ് ആ ഇതിൽ അദ്ദേഹം ആരംഭിക്കുന്നത്. അത് കേട്ട് തുള്ളാൻ കുറേ കോടതികളും സർവേ നടത്താൻ ഉത്തരവിടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ ഇത് മതനിന്ദയാണ്, പരമത നിന്ദയാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്തൊരു നിയമപ്രശ്നം അല്ലാതെയുമുണ്ട്. ഞാനത് വിശദീകരിക്കാം. അതായത് നമുക്ക് ഒരു മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ ആചരണങ്ങൾ പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ മറ്റു മതങ്ങളെ ആക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. മറ്റു മതങ്ങളെ നമുക്ക് വിമർശിക്കാം, പഠിക്കാം, വിലയിരുത്താം. അതിൽ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമുക്ക് മാന്യമായ ഭാഷയിൽ ചൂണ്ടിക്കാട്ടാം, വിമർശിക്കാം. അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഒന്നും പരമത നിന്ദ എന്ന വകുപ്പിൽ പെടുത്തില്ല. മതനിന്ദ എന്ന മതങ്ങളെ ആക്ഷേപിച്ചു, മതങ്ങളെ കളിയാക്കി, പരിഹസിച്ചു എന്നൊക്കെയുള്ള കുറ്റം അതിൽ വരില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ വ്യക്തമായിട്ട് വളരെ നികൃഷ്ടമായൊരു ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. ഒരു മതപണ്ഡിതൻ ഒരിക്കലും യോജിക്കാത്തതാണ്. സമസ്ത പോലൊരു സംഘടനയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഇദ്ദേഹം മുമ്പും വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പല പള്ളികളുടെയും അടിയിൽ ശിവൻ്റെ ലിംഗം തപ്പി നടക്കുകയാണ്, പാർവതിയുടെ യോനി തപ്പി നടക്കുകയാണ് കുറേ ആൾക്കാർ എന്നാണ്. നോക്കൂ, പുതുതായിട്ട് നിർമ്മിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് നിർമ്മിച്ച ഏതെങ്കിലും പള്ളിയുടെ അടിയിൽ ആരെങ്കിലും ശിവലിംഗമോ യോനിയോ അല്ലെങ്കിൽ മറ്റു വിഗ്രഹങ്ങളോ തപ്പി നടക്കുന്നുണ്ടോ? ഇല്ല. ഇത് വളരെ പ്രാചീന കാലത്ത് 200-300 വർഷങ്ങൾ ബ്രിട്ടീഷുകാർ നമ്മളെ 200 വർഷത്തോളം ഭരിച്ചു. അതിനു മുമ്പ് ഇവിടെ മുഗളന്മാരാണ് ഭരിച്ചിരുന്നത് ഉത്തരേന്ത്യ. അക്കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർത്ത് അവിടെ എല്ലാം മസ്ജിദുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊരു സത്യമാണ്. ഏതാണ്ട് അത്തരത്തിൽ നശിപ്പിക്കപ്പെട്ട 40,000-ത്തിലധികം ക്ഷേത്രങ്ങളുടെ രേഖാമൂലമുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്താണ് പിന്നീട് മസ്ജിദുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അയോധ്യയിലെ രാമജന്മഭൂമി പ്രശ്നം ഉടലെടുക്കുകയും അതവസാനം വളരെ സമാധാനപരമായൊരു വിധിയിലൂടെ ശാശ്വതമായ ശാന്തി കൈവരികയും ചെയ്തത്. അന്ന് ഈ ഹിന്ദു സംഘടനകൾ ഇക്കാര്യത്തിൽ ഒരു ന്യായമായ, ഒരു ശാന്തിപൂർവമുള്ള, സമാധാനപൂർവമുള്ള ഒരു നിലപാടെടുത്തു. എന്താ? തകർക്കപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഞങ്ങൾ ചോദിക്കുന്നില്ല, പക്ഷേ അയോധ്യ, മധുര, കാശി ഈ 3 ക്ഷേത്രങ്ങളും ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇത് തകർക്കപ്പെട്ടതാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്, ചരിത്രപരമായിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ആർക്കിയോളജിക്കൽ സർവേ, പുരാവസ്തു വകുപ്പ് നടത്തിയ ഖനനത്തിൻ്റെയും പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളുണ്ട്, നിരവധി തെളിവുകളുണ്ട്. ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ അവിടെ അതിനെ അമ്പലമായി കണ്ട് ആരാധിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് 3 ഞങ്ങൾക്ക് തിരിച്ചു തരിക, ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ മറക്കാം എന്ന് അവർ വളരെ സമാധാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതിൽ അയോധ്യയുടെ കാര്യത്തിൽ ശാശ്വതമായൊരു സമാധാനം കൈവന്നു കഴിഞ്ഞു. മധുരയുടെയും കാശിയുടെയും കാര്യത്തിൽ കോടതിയിലെ പരിഗണനയിലാണ്, അവിടെ തീരുമാനം ഉണ്ടാകും. പക്ഷേ മറ്റു പല പ്രാദേശികമായിട്ട് മറ്റു പല തകർക്കപ്പെട്ട അമ്പലങ്ങളുടെയും പിന്നിൽ, അതിൻ്റെ അടിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജികളുമായി പ്രാദേശികമായി നിരവധി ആൾക്കാർ സംഘടിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അത് കോടതിയുടെ പരിഗണന. ഇപ്പോൾ അത് സുപ്രീം കോടതി അക്കാര്യത്തിൽ എല്ലാ സർവേകളും നിർത്തിവെച്ചിട്ട് 1991 കേന്ദ്ര സർക്കാർ പാസ്സാക്കിയൊരു നിയമമുണ്ട്. ആരാധനാലയങ്ങളുടെ തൽസ്ഥിതി തുടരാൻ വേണ്ടി, അത് സ്വാതന്ത്ര്യം നേടിയ കാലത്ത് 1947 ആരാധനാലയം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നരസിംഹറാവുവിൻ്റെ കാലത്ത്. അതിന്മേൽ ആ നിയമം നിലനിൽക്കുന്നതാണോ, അതിൻ്റെ ഭരണഘടനാ സാധുത, അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഹർജികൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നിയമവശം പരിശോധിച്ച് നിർണയത്തിലെത്താൻ സുപ്രീം കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് അതിന്മേൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്.
എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആരംഭിച്ച പല സർവേകളും, സംഭാൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ആരംഭിച്ചിരിക്കുന്ന സർവേകൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്, സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിലാണ് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ നോക്കൂ, ഒരു ക്ഷേത്രവും പള്ളി നശിപ്പിച്ച്, പള്ളി പൊളിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചതായിട്ട് എങ്ങുമേ ആരും പറയുന്നില്ല, മുസ്ലിങ്ങൾ പോലും പറയുന്നില്ല, അല്ലേ? മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാം മത പണ്ഡിതന്മാർ, അത് പിന്തുടരുന്നവർ, അത് ആചരിക്കുന്നവർ ആരും തന്നെ ഏതെങ്കിലും ഒരു പള്ളി പൊളിച്ചാണ് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയുന്നതേയില്ല. മറിച്ച് പഴയ കാലത്ത്, മുഗൾ പടയോട്ടക്കാലത്ത് അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തൊക്കെ നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമ്പലങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഈ ധ്വംസനം എന്ന വാക്കുപോലും ഇന്ന് ഏറ്റവും കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ആ മേഖലയിലാണ്. അങ്ങനെ നശിപ്പിച്ചിട്ട് അവിടെ പകരം പള്ളി നിർമ്മിച്ചതായിട്ട് പറയുന്നുണ്ട്. ഇത്തരം ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ പ്രാചീനത മനസ്സിലാക്കി അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ, ഇത് പണ്ട് ഞങ്ങളുടെ അമ്പലമായിരുന്നു, ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് തിരിച്ചു തരണം എന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഹർജികൾ, നിയമപരമായിട്ടാണ് അത് നീങ്ങുന്നത്. പറയും. 1947 ശേഷം വന്ന രീതിയിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളാണോ ഉള്ളത്, ഏതൊക്കെ ആരാധനാലയങ്ങളാണോ ഉള്ളത്, അത് അതേപടി തുടരണം എന്നതാണ് ഈ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് 91 ആ നിയമം നരസിംഹറാവു സർക്കാർ. അതെ, ആ നിയമത്തിന്റെ സാധുത പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയും വാദം കേൾക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്ന ഹർജികളൊന്നും പരിഗണിക്കേണ്ടതില്ല, തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മതേതര സമൂഹത്തിൽ ശാന്തിയും അതോടൊപ്പം തന്നെ സമാധാനവും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു നിയമമാണ്. ആ കട്ട് ഓഫ് ഡേറ്റും അതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാര്യങ്ങൾ സംസാരിക്കൂ, അതിനു മുമ്പ് പല പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ കുത്തിപ്പൊക്കുവാൻ വേണ്ടിയിട്ട് ഇനി മെനക്കെടുകയാണെങ്കിൽ വല്ലാത്ത ഒരു ക്ലാഷിലേക്ക്, ഒരു കലാപത്തിലേക്കല്ലേ സമൂഹം നീങ്ങുക. അപ്പോൾ അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ അനുസരിക്കേണ്ടത്. ഇവിടെ RSSന്റെ ചീഫായിട്ടുള്ള സർസംഘചാലക് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം പറയുന്നത്, എന്തിനാണ് നമ്മൾ എല്ലാ പള്ളികൾക്കും താഴെ ശിവലിംഗവും മറ്റ് അവശിഷ്ടങ്ങളും അന്വേഷിച്ച് പോകുന്നത്? കാരണം രാം ജന്മഭൂമി തിരിച്ചു പിടിച്ചു, അതോടൊപ്പം തന്നെ ഇനി ബാക്കിയുള്ളത് കാശിയും മധുരയുമാണ്. ഇത് മാത്രം നോക്കിയാൽ പോരെ? അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളല്ലേ നടത്തേണ്ടത്, അല്ലാതെ വെറുതെ ഈ ചെറിയ അധികം ശ്രദ്ധയൊന്നും നേടിയിട്ടില്ലാത്ത പല പള്ളികൾക്കും താഴെ എന്തിനാണ്? അത് അദ്ദേഹത്തിന്റെ ആ വാക്ക് നമ്മൾ യഥാർത്ഥത്തിൽ മതേതര സമൂഹം, മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ പാടില്ല എന്നും കൂടി അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ പക്വതയാർന്ന, നമ്മുടെ രാജ്യ പുരോഗതി ലക്ഷ്യമിട്ട് രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താൻ വേണ്ടുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹത്തിനും അറിയാം പല പ്രാചീന മസ്ജിദുകളുടെയും നിർമ്മിതികൾ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച്, തകർക്കപ്പെട്ട അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് അദ്ദേഹത്തിനും അറിയാം, ലോകത്തിനും അറിയാം. അതവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു പ്രധാനപ്പെട്ട ദിവസം, ഇപ്പോൾ റംസാൻ കാലത്ത് അല്ലെങ്കിൽ ഈദ്, ഇങ്ങനെയൊക്കെയുള്ള വിശേഷപ്പെട്ട പെരുന്നാൾ ദിവസങ്ങളിൽ കൂട്ടമായിട്ട് ഇസ്ലാം വിശ്വാസികൾ വന്ന് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിച്ച് തുടർച്ചയായിട്ട് എല്ലാ വർഷവും ആ ദിവസം അവിടെ നിസ്കാരത്തിന് അവർക്കവിടെ സൗകര്യം കൊടുക്കുകയാണ്. അതൊരു പക്ഷേ ഒരു വലിയ മൈതാനമായിരിക്കാം, ചിലപ്പോൾ ഒരു വലിയ ഹാളായിരിക്കാം, ചിലപ്പോൾ വലിയ ക്ഷേത്രങ്ങളുടെയും തന്നെ ഹാളായിരിക്കാം. ഇതൊക്കെ എടുത്ത് അവർ നിസ്കരിക്കുന്നു, വാടകയ്ക്കെടുത്ത് ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നു, അവിടെ അത് പൂർത്തിയാക്കുന്നു, സമാധാനപരമായിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. പക്ഷേ ഇപ്പോഴിതാ അതിന്മേൽ അവകാശവാദം ഉന്നയിച്ച് വരികയാണ് പലയിടത്തും. എന്താ, ഇത് വഖഫ് ചെയ്തിരിക്കുകയാണ്, ഇത് ഞങ്ങളിവിടെ നിസ്കരിച്ചതുകൊണ്ട് ഈ ഭൂമി ഞങ്ങൾക്ക് തരണം, ഇത് ഞങ്ങളുടേതാണ് എന്ന അവകാശവാദവുമായിട്ട് പലരും രംഗത്ത് വരുന്നു. ഇത് ശരിയാണോ? ഇതിനെന്തെങ്കിലും നിയമസാധുതയുണ്ടോ? വാസ്തവത്തിൽ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതെ, ഇത്തരം കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരും. വാസ്തവത്തിൽ രണ്ടു കൂട്ടരും സ്വമേധയാ ഇത് മനസ്സിലാക്കി
ഈ പറയുന്നത് പോലെ എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കാതെ, മുറിവിലേക്ക് മുളക് തേക്കാതെ സമാധാനപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇതിനെല്ലാം നിയമപരമായിട്ട് നേരിടാൻ സാധിക്കും. രണ്ടുപേരും അതാണ്. അതെ, ഇതിനെ നിയമപരമായിട്ട് നേരിടാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രസംഗിച്ച് മറ്റൊരു മതവിഭാഗത്തിൻ്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയാണോ വേണ്ടത്, അതോ സമാധാനപൂർവ്വം അതിൻ്റെ ആത്മീയ നേതാക്കളുമായിട്ട് സംസാരിച്ച് ഇതൊരു കലാപത്തിലേക്ക്, സംഘർഷത്തിലേക്ക്, ഒരു തർക്കത്തിലേക്ക് പോകാതെ രമ്യമായി പരിഹരിക്കുകയാണോ വേണ്ടത്? രമ്യമായി പരിഹരിക്കുകയാണ് തീർച്ചയായിട്ടും. അതിന് പകരം ഇരു കൂട്ടരും ശ്രമിക്കുക. പ്രത്യേകിച്ചും മതപണ്ഡിതന്മാർ ഇത്തരം വാക്കുകൾ പറയുമ്പോൾ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ. അത് വലിയ സമസ്തയെ പോലൊരു ഒരു ആത്മീയ സംഘടന എന്ന് ലോകം പറയുന്ന, നമ്മൾ മാത്രമല്ലല്ലോ പറയുന്നത്, ലോകത്തെല്ലാവരും ഇതര മതങ്ങളും ഒക്കെ അംഗീകരിച്ചതാണ്. മുസ്ലിങ്ങളല്ലാത്തവരും സമസ്തയ്ക്ക് വലിയ ബഹുമാനം കൊടുക്കുന്നു, അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. പാണക്കാട് തങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. അതുപോലെ മുസ്ലിം ആത്മീയ നേതാക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. അത്തരക്കാർ ഇങ്ങനെ അബദ്ധജടിലമായ പ്രസംഗങ്ങൾ, വാസ്തവത്തിൽ ഇത് ഇവിടെ പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അദ്ദേഹം ഇത് പറഞ്ഞ് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ആ ശ്രമം കലാപത്തിന് വേണ്ടിയിട്ട്, കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ വാസ്തവത്തിൽ കേസെടുക്കാൻ പോലും കഴിഞ്ഞേക്കും. അതിൻ്റെ നിയമവശങ്ങൾ ആരെങ്കിലും ഹർജിയുമായിട്ട് കോടതിയിലൊക്കെ പോയാൽ ഇത് വലിയ പുലിവാലാവും. ഇത് അദ്ദേഹം തിരുത്തുകയും വളരെ സമാധാനപൂർവ്വം വിഷയത്തിൽ ഇടപെടുകയും. ഇതിനെയൊക്കെ തിരസ്കരിക്കുന്ന, അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ കൂടി തിരസ്കരിക്കുന്ന ഒരു വലിയ മുസ്ലിം സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് എന്നത് പറയുന്നത് വലിയൊരു ആശ്വാസം. അല്ല, ഇദ്ദേഹം മുമ്പും പുലിവാല് പിടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ പോലെയുള്ളവർ ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയപ്പോൾ അത് അറിയാമല്ലോ, അത് പിന്നെ വേദിയിൽ വന്ന് സമ്മാനം വാങ്ങിക്കാൻ, അതിന്റെ പേര് വിളിച്ച കുട്ടി വേദിയിൽ വന്ന് സമ്മാനം വാങ്ങിക്കാൻ നിന്നപ്പോൾ അതിനെതിരെ വലിയ രൂക്ഷമായ വിമർശനമായിട്ട് ചില സമസ്തയുടെ വേദിയിൽ പെൺകുട്ടികളോ സ്ത്രീകളോ അങ്ങനെയൊക്കെ ചോദിച്ചു വലിയ തരത്തിൽ വലിയ ചർച്ചയായതാണ്. ശരിയാണ്. പല മതപണ്ഡിതന്മാരും ഇന്ത്യയെ ഒരു ഇറാനാക്കി മാറ്റാനും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനാക്കി മാറ്റാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില ഭാഗമായിട്ടാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ വായിൽ നിന്ന് വരുന്നത്, പറച്ചിലുകൾ. അതെ, അത്തരം ശ്രമങ്ങളെയൊക്കെ ഇവിടെയുള്ള ജനങ്ങൾ തന്നെ പുറത്താക്കും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും നമുക്ക് ഇത് തിരുത്തപ്പെടേണ്ടതാണ്. പക്വതയുള്ള ആത്മീയത എന്തെന്നറിയുന്ന സമാധാനകാംക്ഷികളായ ഇസ്ലാം മതപണ്ഡിതന്മാർ അദ്ദേഹത്തെ തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.